സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ അയ്യപ്പൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് അവനിക്ക് പുതിയൊരു ഭാര്യനെ എടുക്കാൻ പോകുന്നു കേട്ടോ. മാത്രമല്ല നമ്മുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി ഒന്ന് റീസ്റ്റോർ ചെയ്യേണ്ടത്. റീസ്റ്റോർ ചെയ്ത് പറയുന്നത് കണ്ടില്ല, ബാക്കിൽ പൊളിഞ്ഞടക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് എഞ്ചിൻ്റെ ഓയിലൊന്നും ചെറുതായിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. ചേഞ്ച് ആയിട്ട് ഏകദേശം 4 മാസം ആയിക്കണം. അപ്പോൾ എന്തായാലും ചേഞ്ച് ചെയ്തപ്പോൾ അതിൽ ഓയിലൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞു കേട്ടോ. പക്ഷേ വലിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം ഓയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവന്മാർ ഈ ഓയിലൊക്കെ എടുത്തിട്ട് നമ്മുടെ മരം മുറിക്കുന്ന മെഷീനിൽ ഇടുന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് ആവശ്യമില്ലാണ്ട് കളയണ ഓയിൽ എടുത്തിട്ട് അവന്മാരായിട്ടുള്ള ബിസിനസ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. അതാണ് ബിസിനസ്. പിന്നെ നമ്മൾ എന്തായാലും കുറച്ച് എണ്ണയൊക്കെ അടിച്ച് നേരെ പോയിട്ട് ഒരു സ്പെയർ പാർട്ട് ഇടയ്ക്ക് നമ്മൾ ആദ്യം അവിടെ എത്തി. അവർ നമുക്കൊരു സ്പെയർ പാർട്ട് തന്നു കേട്ടോ. പക്ഷേ അതിൽ അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. ഒരു റേറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ സമ്മതിച്ചില്ല. എന്നിട്ട് വേറെ റീപ്ലേസ് ചെയ്യണം പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടുത്തെ കസ്റ്റമർ സർവീസ് അത്യാവശ്യം നല്ല രീതിക്ക് മോശമായിരുന്നു. അത്യാവശ്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി കേട്ടോ. നമ്മളെന്തായാലും ഞാൻ അവിടെ പോകില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഷെഫീഖാൻ്റെ കടയ്ക്ക് പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ സീറ്റ് കവർ നമ്മുടെ മറ്റേ പെട്രോൾ ടാങ്കിന് മേലെ വയ്ക്കുന്ന കവർക്കും ചേഞ്ച് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെയും ഷെഫീഖാൻ്റെ ഷോയിബിൻ്റെയും ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ വണ്ടി എന്തായാലും നമ്മൾ സുന്ദരി കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചേലന്നെ വന്നു കേട്ടോ. നമ്മൾ ഫുള്ള് ബ്ലാക്ക് സീറ്റാക്കി ബ്ലാക്ക് കവർ വെച്ചു. അതിന് പൊട്ടി പാർട്ടൊക്കെ മാറ്റി നമ്മൾ നേരെ നമ്മുടെ അക്വരക്കടയ്ക്ക് വിട്ടു കേട്ടോ. അവിടെ പോയി നോക്കുന്നത് കണ്ടല്ലോ, ഒരു ഹാംസ്റ്റർ ഭയങ്കര സ്ലീപ്പായി. അതേ അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഒരുത്തനാണ് ഈ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരെ കൂട്ടുകാരുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി വെക്കിട്ട് നമ്മൾ ഇനി എന്തായാലും കൺസിസ്റ്റന്റ് വീഡിയോ ഇടാൻ നോക്കുകയൊക്കെ ചെയ്യട്ടോ. അതിന് നമ്മളെന്തായാലും അവിടെ നിന്ന് 2-3 സാധനങ്ങൾ എടുത്തിറങ്ങിയിട്ട് നമ്മളെന്തായാലും ക്യുക്കറായിട്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡ് പിന്നെ നമ്മളൊരു ഹാംസ്റ്റർ എടുത്തിട്ടുണ്ട്. ഒരു ഫീമെയിൽ ഹാംസ്റ്ററിനെ നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ വീട്ടിൽ വന്നിട്ട് അവളിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു വൈറ്റും ഒരു ക്രീം കളർ കയറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റെഡ് ഹാംസ്റ്ററിനെ തന്നെ എടുത്തിരിക്കുന്നത്. അവൾ ആദ്യം നമ്മൾ കൈക്ക് വിളിച്ച് വന്നില്ല, പിന്നെ തട്ടിയിടൊക്കെ ചെയ്തു. കടിക്കുന്ന പേടിച്ചിട്ടുണ്ട്, പക്ഷെ കടിച്ചൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ അയ്യപ്പൻ്റെ കൂടെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനുശേഷം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പം എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.